വെൽക്കം ടു സ്റ്റോറി മങ്ക്. കെ എസ് യുവിനെ ചാരി കോൺഗ്രസിൽ ഉടലെടുത്ത പോര് മുഖ്യമന്ത്രി സ്ഥാനം ഉപയോഗിച്ചുകൊണ്ട് പാർട്ടിയിലും ഭരണത്തിലും ആധിപത്യം ഉറപ്പിക്കാനുള്ള വി ഡി സതീശൻ്റെ ശ്രമങ്ങളെ ചെറുക്കാനുള്ള വലിയ നീക്കമായി മാറുന്നുണ്ടോ? പ്രത്യക്ഷത്തിൽ കെ സി വേണുഗോപാൽ പക്ഷമാണ് വി ഡി സതീശനെതിരെ കെ എസ് യുവിനെ ഉപയോഗിക്കുന്നത് എന്ന തോന്നലാണ് ഇന്നലെ ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് വി എം സുധീറിനെ പോലെയുള്ള മുതിർന്ന നേതാവ്, മുൻ കെ പി സി സി അധ്യക്ഷൻ, മുൻ മന്ത്രി, ആദർശധീരൻ എന്ന എ കെ ആന്റണിയുടെ പിന്തുടർച്ചക്കാരൻ എന്നൊക്കെ പേരുകേട്ട വി എം സുധീരൻ കെ എസ് യുവിൻ്റെ ചരിത്രം ഓർമ്മിപ്പിക്കുന്നത് കെ എസ് യുവിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വി ഡി സതീശൻ അവഗണിച്ചു എന്ന് പറയപ്പെടുന്ന കെ എസ് യുവിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനെ അടുത്തേക്ക് വിളിച്ച് സ്റ്റേജിൽ, ഉമ്മൻചാണ്ടി അനുസ്മരണ വേദിയിൽ അടുത്തേക്ക് വിളിച്ച് കൈകൊടുത്ത് ഇദ്ദേഹത്തിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ കെ എസ് യു വീണ്ടും അതിൻ്റെ പഴയ പ്രതാപകാലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നത്. ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ പതിവില്ലാത്ത വിധത്തിൽ വലിയ ഗ്രൂപ്പ് പോരിന് തുടക്കം കുറിക്കുകയാണോ കോൺഗ്രസിൽ എന്ന സംശയം ഉയരുകയാണ്. പക്ഷേ നമ്മൾ ഇന്നലെ സംസാരിക്കുമ്പോൾ ഇത് ഇത്രത്തോളം വലുതാവും എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നലെ വൈകുന്നേരം ആയപ്പോൾ കെ സി വേണുഗോപാലിൻ്റെ കുറിപ്പ് വരുന്നു. അദ്ദേഹത്തിൻ്റെ സമകാലീനരായിരുന്ന രണ്ട് നേതാക്കളെ അനുസ്മരിച്ചുകൊണ്ട് എഴുതിയ കുറിപ്പിൽ കെ എസ് യുവിൻ്റെ അക്കാലത്തെ കെ എസ് യു പ്രവർത്തകരെക്കുറിച്ച് അല്ലെങ്കിൽ പ്രവർത്തനത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. ആ കെ എസ് യുവിൻ്റെ പ്രവർത്തനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഈ നിലയിൽ വളർത്തിയത് എന്ന് ഓർമ്മിപ്പിക്കുന്നു. അപ്പോഴും ഇത് കെ സി വേണുഗോപാലിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഗ്രൂപ്പ്, അതിൻ്റെ ഒരു ഓപ്പറേഷനാണ് എന്നുള്ള മട്ടിലാണ് നമ്മൾ കണ്ടിരുന്നത്. പക്ഷേ ഇന്ന് രാവിലെ ഉമ്മൻചാണ്ടി അനുസ്മരണ വേദിയിൽ വി എം സുധീരനാണ് സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തിയത്. വി എം സുധീരൻ എങ്ങനെയാണ് കെ എസ് യു രൂപവൽക്കരിച്ചത് എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഒറ്റപ്പാലത്തെ കെ എസ് യു സമ്മേളനം അദ്ദേഹം ഓർക്കുന്നു. അവിടെ ഉമ്മൻചാണ്ടിയും എ കെ ആന്റണിയും ഒക്കെ ആലോചിച്ച് ബംഗാളിലെയും കേരളത്തിലെയും കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി വിഭാഗത്തെ ചേർത്തൊരു ദേശീയ പ്രസ്ഥാനം, ദേശീയ തലത്തിൽ തന്നെ ഒരു വിദ്യാർത്ഥി യൂണിയൻ ഉണ്ടാക്കുന്നതിനെക്കുറിച്ചുള്ള ആലോചന നടന്നതിനെക്കുറിച്ച്, പിന്നീട് അതിൻ്റെ നേതൃപദവിയിലുണ്ടായിരുന്ന മലയാളികളെക്കുറിച്ച്, അതായത് അതിൻ്റെ ഫോർമേഷൻ മുതൽ ഇങ്ങോട്ട് നേതൃപദവിയിലുണ്ടായിരുന്ന മലയാളികളെക്കുറിച്ച് ഒക്കെ ഓർമ്മിപ്പിക്കുന്നു. കെ എസ് യു എങ്ങനെയാണ് കോൺഗ്രസ്സിന് ശക്തിയേകിയത് എന്നൊക്കെ അദ്ദേഹം പറയുന്നു. ഏറ്റവും ഒടുവിലാണ് ഇപ്പോഴത്തെ പ്രസിഡൻറ്റിനെ അദ്ദേഹം വിളിച്ച് സ്റ്റേജിലുണ്ടായിരുന്ന അദ്ദേഹത്തെ എവിടെ എന്ന് അന്വേഷിച്ച് അദ്ദേഹം വിളിച്ച് കൈകൊടുത്തൊക്കെ സംസാരിക്കുന്നത്. അതായത് വി ഡി സതീശൻ മുഖ്യമന്ത്രി പദം ഉപയോഗിച്ചുകൊണ്ട് പാർട്ടിയിലും ഭരണത്തിലും അദ്ദേഹത്തിൻ്റെ ഒരു സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന തോന്നൽ കെ സി വേണുഗോപാൽ പക്ഷത്തിന് മാത്രമല്ല, വി എം സുധീറിനെ പോലെയുള്ള പഴയ നേതാക്കൾക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു പ്രതിഫലനമാണത്. അങ്ങനെ വേണം കരുതാൻ. അതായത് അതിനു മുമ്പ് ഒരു കാര്യം അറ്റ് ദി ഔട്ട്സെറ്റ് പറയാവുന്നത്, ഇപ്പം പിണറായി വിജയനെ പോലെ ഒരു ഓട്ടോക്രാറ്റിനെ താഴെ ഇറക്കാൻ വേണ്ടിയാണെങ്കിൽ കൂടി യു ഡി എഫിനെ യഥാർത്ഥത്തിലൊരു രാഷ്ട്രീയ നേതൃത്വം ഏൽപ്പിക്കാൻ പറ്റില്ല എന്ന മെസ്സേജാണ് യഥാർത്ഥത്തിൽ ഇത് ജനങ്ങൾക്ക് കൊടുക്കുന്നത്. പൊളിറ്റിക്കലി ചിന്തിക്കുമ്പോൾ, ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ആലോചിക്കുമ്പോൾ, 10 വർഷമല്ല ഒരു നൂറ്റാണ്ട് തന്നെ അധികാരത്തിൽ നിന്ന് മാറി നിന്നാലും കോൺഗ്രസിനെ സംബന്ധിച്ച് അതിൻ്റെ സ്വാഭാവികമായ അതിൻ്റെ റുട്ടീൻ ഹാബിറ്റ്സിലേക്ക് തിരിച്ചു വരാൻ വെറും മാസങ്ങൾ മാത്രം മതി എന്നാണ്, മാസങ്ങൾ പോലും ആഴ്ചകളെ വേണ്ടി വന്നുള്ളൂ എന്നാണ് യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. രാജീവ് പറഞ്ഞ ഈ പ്രശ്നം, അതായത് മുഖ്യമന്ത്രി പദം ഉപയോഗിച്ച് ഒരു അധികാര കേന്ദ്രമാകാനുള്ള വി ഡി സതീശൻ്റെ ശ്രമങ്ങൾക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പാണോ എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായുമാണ്. അങ്ങനെ തന്നെയാണ് കോൺഗ്രസിൽ സംഭവിക്കുക. കോൺഗ്രസിൽ ഒരു ഗ്രൂപ്പ് മാത്രമായോ ഗ്രൂപ്പ് രഹിതമായോ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം മുന്നോട്ട് പോകില്ല. അത് ഒന്നിലധികം ഗ്രൂപ്പുകളുടെ, ഏറ്റവും കുറഞ്ഞത് 2 ഗ്രൂപ്പുകളുടെ എങ്കിലും ഒരു മെക്കാനിസമാണത്. ആ ഒരു സംവിധാനത്തിൽ അതങ്ങനെ തന്നെയാണ് രാഷ്ട്രീയം. ഇപ്പോൾ ഒരുപക്ഷെ അതിന് വേണമെങ്കിൽ വളരെ മഹനീയമായൊരു മാതൃക എന്ന മട്ടിൽ അമേരിക്കൻ പൊളിറ്റിക്സിനെ എടുത്ത് അവിടുത്തെ ഡെമോക്രാറ്റിക് പാർട്ടിയും റിപ്പബ്ലിക്കൻ പാർട്ടിയും ഇങ്ങനെ ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഒരു മാതൃകയാണിത് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ പല പല ഗ്രൂപ്പുകളുണ്ടാകും, പല വ്യക്തികളെ കേന്ദ്രീകരിച്ചുണ്ടാകും. ചിലപ്പോൾ ഈ ഗ്രൂപ്പുകൾ തമ്മിൽ ഉള്ള അലയൻസ് രൂപപ്പെടും, ചിലപ്പോൾ വിട്ടുവീഴ്ചകൾ രൂപപ്പെടും. ഇന്ന് ഒരു ഗ്രൂപ്പിലുണ്ടായിരുന്ന ആൾ അടുത്ത ആഴ്ച അല്ലെങ്കിൽ അടുത്ത മാസം മറ്റൊരു ഗ്രൂപ്പിലേക്ക് പതുക്കെ മാറുന്നത് നമുക്ക് കാണാം. തെരഞ്ഞെടുപ്പിന് മുമ്പ് വി ഡി സതീശനോടൊപ്പം നിന്ന യുവതുർക്കികളിൽ ചിലർ അല്ലെങ്കിൽ പലരും പതുക്കെ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ അതിൻ്റെ കൺട്രോൾ കെ സി വേണുഗോപാലിന് തന്നെയാണെന്ന് ഉറപ്പ് കിട്ടിയ ഘട്ടത്തിൽ പതുക്കെ അപ്പുറത്തേക്ക് മാറുന്നത് നമ്മൾ കണ്ടു. ഇങ്ങനെ ഇതെല്ലാം കോൺഗ്രസ്സിലുള്ളതാണ്, കോൺഗ്രസിൻ്റെ സ്വാഭാവികമായ രീതിയാണ്. പക്ഷേ ജനങ്ങൾക്കിത് നൽകുന്ന മെസ്സേജ്, ഇത്രയും വലിയൊരു ജനവിധി കയ്യിൽ വന്നതിന് ശേഷവും ഒരു ആലോചിച്ചുള്ള അഡ്മിനിസ്ട്രേഷൻ അല്ല നടക്കുന്നത്.
ഒരു കൊഹസീവായ ഒരു ഭരണം നടക്കുന്നില്ല. കേരളത്തിൻ്റെ നിലവിലുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ചോ ഭാവി കേരളത്തെ സംബന്ധിച്ചോ ഉള്ള സമഗ്രമായ ആലോചനകളൊന്നും, രാഷ്ട്രീയമായ ആലോചനകളൊന്നും നടക്കുന്നില്ല. ഇതെല്ലാം വ്യക്തി കേന്ദ്രീകൃതവും ഗ്രൂപ്പ് കേന്ദ്രീകൃതവുമാണ് എന്ന അവസ്ഥയിലേക്ക് മാറുന്നു. ഉറപ്പിച്ച് നമുക്ക് പറയാം, രാജീവ് എഴുതി വെച്ചോളൂ, 6 മാസത്തിനകം വലിയ തോതിലുള്ള ഇൻറ്റേർണലായ കോൺഫ്ലിക്റ്റിലേക്കാണ് UDFും കോൺഗ്രസും പോകാൻ പോകുന്നത്. അതല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് ഈ തരത്തിൽ ഇത് പൊതു ഇടത്തിൽ വെച്ച് കൈകാര്യം ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തില്ലായിരുന്നു എന്നാണ് എനിക്ക് അതിലെനിക്ക് കൗതുകരമായി തോന്നിയൊരു കാര്യമുണ്ടല്ലോ. അതായത് ഇത് അത്ര വലിയ ഇഷ്യൂവിനെ ഫോക്കസ് ചെയ്തിട്ടല്ല ഈ പ്രശ്നം. ഒരു ഗവൺമെൻറ് ലീഡർ നിയമനം, ഒരു സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമനം, ഈ 2 നിയമനങ്ങളെ ചൊല്ലിയാണ് സത്യം പറഞ്ഞാൽ ഈ പ്രശ്നം ഉണ്ടായത്. ഇത് ആഭ്യന്തരമായി മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ പാർട്ടിക്കോ വളരെ എളുപ്പത്തിൽ പരിഹരിക്കാവുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ പ്രശ്നത്തെ വലുതാക്കി കൊണ്ടുവരാൻ അങ്ങനെ പറ്റില്ല. എന്തുകൊണ്ടെന്നാൽ ആഭ്യന്തരമായ ഒരു പ്രശ്നം രൂപപ്പെട്ടിട്ട് അത് പരിഹരിക്കുക എന്നുള്ളതല്ല. പ്രശ്നം അവിടെ ഉണ്ട്, അതിനെ എക്സ്പ്രസ് ചെയ്യാനുള്ള കാരണങ്ങൾ അന്വേഷിക്കുകയാണ് കോൺഗ്രസ്. മനസ്സിലായില്ല? അതായത് അത് പ്രശ്നം VD സതീശൻ മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ എല്ലാ കാലത്തും പെർമനൻ്റായി കോൺഗ്രസിനകത്ത് ആ പ്രശ്നമുണ്ട്. സതീശൻ മുഖ്യമന്ത്രിയായി കഴിഞ്ഞാൽ അത് എപ്പോഴാണ് തുടങ്ങേണ്ടത്, അതിനുള്ള ഒരു വഴി, എക്സ്പ്രസ് ചെയ്യാനുള്ള വഴി ഏതാണ് എന്നന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതല്ലാതെ ഗവൺമെൻറ് ലീഡറുടെ നിയമനത്തിലോ മറ്റേതെങ്കിലും പ്രശ്നങ്ങളിലോ ഏതെങ്കിലും തരത്തിൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നത്തിലോ ഉള്ള ആത്മാർത്ഥമായ കൺസേൺ കൊണ്ടാണ് ഈ പ്രശ്നം കോൺഗ്രസിനകത്ത് രൂപപ്പെട്ട് വരുന്നത് എന്നാണ്. ഗ്രൂപ്പിന്റെ കളികൾ എക്സ്പ്രസ് ചെയ്യാനുള്ള വഴികൾ അന്വേഷിക്കുകയാണ് കോൺഗ്രസ്. അല്ല, അത് ശരിയാണ്, അത് അങ്ങനെ തന്നെയാണ്, അതിൽ യാതൊരു തർക്കമില്ല. പക്ഷേ എങ്കിൽ പോലും പാർട്ടി എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസും മുന്നണി എന്നുള്ള നിലയ്ക്ക് UDFും അതിൻ്റെ എക്സ്പ്രഷനായിരിക്കുന്ന സർക്കാരിനും ഇത് വേണമെങ്കിൽ പരിഹരിച്ചുകൊണ്ട് കുറച്ച് കാലം കൂടെ ഒന്ന് നീട്ടിവെക്കാം എന്നുള്ളൊരു അവസരം ഉണ്ടല്ലോ അവിടെ. ഈ അവസരം പോലും ഇവർ ഉപയോഗിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ടല്ലോ. അതിപ്പോൾ ഇതിനെ പ്രൊപ്പൽ ചെയ്യുന്ന ഇപ്പുറത്തെ പക്ഷമാണെങ്കിലും KC വേണുഗോപാൽ പക്ഷമാണെങ്കിലും അതിന് വളരെ നിശിതമായി മറുപടി കൊടുത്തേ ഞാൻ മുമ്പോട്ട് പോകൂ എന്ന് തീരുമാനിക്കുന്ന VD സതീശനാണെങ്കിലും മുഖ്യമന്ത്രിയാണെങ്കിലും രണ്ടുപേരും ഇതിനെ അങ്ങ് പ്രൊപ്പൽ ചെയ്ത് കൊണ്ടുപോകാം, ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകുക തന്നെ വേണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി കാണിക്കുന്ന പോലെയാണ് സത്യം പറഞ്ഞാൽ നമുക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇത് 1-2 ദിവസം കൊണ്ട് ഇപ്പോൾ KSU സംസ്ഥാന പ്രസിഡന്റിനെ കുറിച്ചുള്ള പ്രശ്നം എന്താ? അദ്ദേഹത്തിനുള്ള പ്രശ്നം അദ്ദേഹം കാണാൻ അവസരം ചോദിച്ചപ്പോൾ കൊടുത്തില്ല എന്നുള്ളതാണ് അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള പ്രശ്നം. അദ്ദേഹത്തെ വിളിച്ച് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നൊരു വിളി വന്ന് അദ്ദേഹത്തിന് കാണാനൊരു അവസരം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് പരിഹരിക്കപ്പെടും. അതങ്ങനെ പരിഹരിക്കപ്പെടുന്നില്ല. ഇപ്പുറത്ത് PM നിയാസ് എന്ന് പറയുന്ന KPCC ജനറൽ സെക്രട്ടറിക്ക് അദ്ദേഹത്തിന് കാണാൻ അവസരം കൊടുത്തില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം. അതും പരിഹരിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. പക്ഷേ ഇത് പരിഹരിക്കപ്പെടാതെ തന്നെ മുമ്പോട്ട് പോയിക്കോട്ടെ എന്ന് KSU അധ്യക്ഷനാണെങ്കിലും PM നിയാസ് ആണെങ്കിലും അവരൊറ്റക്കെടുത്ത് ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിലല്ലേ അവരെ കാണുന്നതോടുകൂടി ആ പ്രശ്നങ്ങൾ തീരൂ. അതല്ലെങ്കിൽ അവരുന്നയിക്കുന്ന പ്രശ്നം പരിഹരിക്കപ്പെട്ടാൽ തീരുന്ന പ്രശ്നമാണെങ്കിലാണല്ലോ അവരുടെ കൂടിക്കാഴ്ചയിലും അതിനെ തുടർന്ന് അത് പ്രശ്നം തീരുക. ഇതല്ല. യഥാർത്ഥത്തിൽ ഇതെല്ലാം പ്രോംപ്റ്റഡ് ബൈ സംവെയർ എൽസ് അല്ലെങ്കിൽ സംവൺ എൽസ് എന്നതാണ് അതിൻ്റെ അവസ്ഥ. കോൺഗ്രസ്സിൽ എല്ലാ കാലത്തും നടക്കുന്നതാണ്. എനിക്കുള്ള കൗതുകം ഇത് ഇത്ര പെട്ടെന്ന് തുടങ്ങിയോ എന്ന് മാത്രമാണ്. ഒരു 1-2 വർഷം കഴിഞ്ഞ് ഒരു പകുതി ടേം പിന്നിടുന്നതിന് തൊട്ട് മുമ്പാണ് സാധാരണഗതിയിൽ ഇത്രയും ഇൻറ്റൻസീവായി പ്രശ്നങ്ങൾ വരാറുള്ളത്. ഒരു നേതൃമാറ്റം എന്നതൊക്കെ ആവശ്യപ്പെടാവുന്ന സ്വാഭാവികമായ സമയം കഴിഞ്ഞാണ് ഇത്തരം സർക്കസുകൾ തുടങ്ങാറുള്ളത്. ഇത് നേരത്തെ തന്നെ തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ കാരണം നമ്മൾ ഇന്നലെ സംസാരിച്ചത് തന്നെയാണ്. VD സതീശനെ മുഖ്യമന്ത്രി ആക്കേണ്ടി വരികയാണ് ചെയ്തത്. അതിനാരുടെയും വലിയ തോതിലുള്ള പിന്തുണ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഉണ്ടായിരുന്നില്ല. പല രീതിയിൽ അതിനെ VD സതീശനെ മെരുക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ജനവിധിയുടെ മാഗ്നിറ്റ്യൂഡ് കൊണ്ടും ചുറ്റുവട്ടത്തുള്ള പിന്തുണ കൊണ്ടും പൊതുസമൂഹത്തിൽ നിന്ന് വളരെ ഒബ്യസായി വളരെ എക്സ്പ്ലിസിറ്റായി ലഭിച്ച പിന്തുണ കൊണ്ടും VD സതീശൻ അത് വീൽഡ് ചെയ്തു. ഞാൻ മുഖ്യമന്ത്രി ആവുക തന്നെ ചെയ്യും എന്നത്. എന്നിട്ട് അദ്ദേഹം വകുപ്പുകളുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്ത് മുഖ്യമന്ത്രിയായി. ഈ കാര്യം ഒരു സർവ്വസമ്മതമായി ചെയ്തതല്ല എന്നതിൻ്റെ പ്രശ്നമാണ് യഥാർത്ഥത്തിൽ ഇത്ര നേരത്തെ തുടങ്ങുന്നത്. സതീശനെതിരെ പൊതുവികാരം അവിടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ KC വേണുഗോപാൽ സ്വാഭാവികമായിട്ടും പാർലമെൻ്ററി പാർട്ടിയിൽ അദ്ദേഹത്തിനായിരുന്നു കൂടുതൽ അംഗങ്ങളുടെ പിന്തുണ എന്നത് പുറത്തേക്ക് വന്ന വിവരമാണ്. സ്വാഭാവികമായിട്ടും ഒരു ജനാധിപത്യ രീതിയിലാണെങ്കിൽ അങ്ങനെയാണ് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കേണ്ടത്. അതിന് പകരം VD സതീശൻ മുഖ്യമന്ത്രിയാവുന്നു. അപ്പോൾ ഒരു അതൃപ്തൻ എന്ന് വേണമെങ്കിൽ KC വേണുഗോപാലിനെ നമുക്ക് പറയാം. പക്ഷേ VM സുധീരനെ കുറിച്ച് അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ.
ഈ സർക്കാരിനെതിരെ വളരെ നിശിതമായ വിമർശനം ആദ്യം വി എം ഉന്നയിച്ച വ്യക്തികളുടെ ഒരാൾ വി എം സുധീരൻ. ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ് ആണ് വി എം സുധീരൻ്റേത്. അതായത് ഇപ്പോൾ LDF സർക്കാർ 10 വർഷം അധികാരത്തിലിരുന്ന ഘട്ടത്തിൽ വി എം സുധീരനെ നമ്മൾ കാര്യമായൊന്നും കേട്ടിട്ടില്ല. ഒരു പ്രതിപക്ഷ ശബ്ദം എന്ന നിലയിൽ യഥാർത്ഥത്തിൽ വി എം സുധീരൻ ആ വിധത്തിലുള്ള സ്റ്റാച്ചറുള്ള രാഷ്ട്രീയ പ്രവർത്തകനാണ്. പക്ഷേ 10 വർഷത്തെ പിണറായി വിജയൻ്റെ കാലത്ത് നമ്മൾ വി എം സുധീരനെ അധികം കേട്ടിട്ടില്ല. നമ്മൾ വി എം സുധീരനെ ചരിത്രത്തിലുടനീളം കേട്ടത് എപ്പോഴാണ്? കുഞ്ഞാലിക്കുട്ടി വ്യവസായ വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ കരിമണൽ പ്രശ്നം, മറ്റുള്ള പ്രശ്നങ്ങളെല്ലാം വി എം സുധീരൻ ഉന്നയിച്ചു. ജിമ്മിനെതിരെ വലിയ തോതിലുള്ള കലാപമുണ്ടാക്കി. ഇപ്പോഴിതാ വീണ്ടും UDF അധികാരത്തിൽ നിൽക്കുമ്പോൾ വി എം സുധീരൻ കലാപമുണ്ട്. അതൊരു ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ്. അവിടെ ഉണ്ട് എനിക്കൊരു പ്രശ്നം. കാരണം വെച്ചാൽ വി എം സുധീരൻ ഈ കലാപം ഉണ്ടാക്കിയതൊക്കെ ഏതാണ്ട് സർക്കാരിൻ്റെ പോളിസിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുടെ കാര്യത്തിലാണ്. ഇപ്പോൾ ജിമ്മാണെങ്കിലും കരിമണലാണെങ്കിലും കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ബാർ കോഴയിലേക്ക് നയിച്ച ബാർ ലൈസൻസിൻ്റെ പ്രശ്നമാണെങ്കിലും, ആ ബാറിൻ്റെ പ്രശ്നത്തിൽ തുടങ്ങി അദ്ദേഹം. പക്ഷേ അദ്ദേഹം അതിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനെ അദ്ദേഹം വേദിയിൽ വെച്ച് കൈകൊടുത്ത് സ്വീകരിക്കുമ്പോൾ സംഘടനാ പ്രശ്നത്തിലേക്ക് കൂടെ വി എം സുധീരൻ അതിനെ ഈ തവണ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. സാധാരണ നിലയ്ക്ക് വി എം സുധീരൻ പോളിസിയിൽ ഊന്നിക്കൊണ്ടുള്ള വിമർശനം. സുധീരൻ്റെ ഒരു പൊതുവായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പൊസിഷനിങ് കോൺഗ്രസിനകത്ത്, ഞാൻ ഈ പാർട്ടിയുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ അതിൻ്റെ പ്രിൻസിപ്പിൾസിൻ്റെ ഒരു മോറൽ ഗാർഡിയൻ ഞാനാണ് എന്നതാണ്. അപ്പോൾ ആ കിട്ടുന്ന അവസരത്തിൽ അദ്ദേഹം കയറി ഇടപെടുന്നു എന്നേ ഉള്ളൂ. ഇനി വി എം സുധീരനെ പോലെ ഒരാളെ സംബന്ധിച്ച് ഇതിനി അപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും ചെയ്യാനുമില്ല. പാർലമെൻ്ററി പ്രവർത്തനത്തിലേക്ക് ഇനി തിരിച്ചു വരാനോ അത്തരത്തിലുള്ള കാര്യങ്ങൾ നീക്കാനോ അദ്ദേഹത്തിനില്ല. അപ്പോൾ ഒരു മോറൽ ഗാർഡിയൻ ഞാനാണ് എന്ന് മോറൽ ഗാർഡിയൻ ഞാനാണെന്ന് സ്ഥാപിക്കുന്നതിന് മാത്രമാണോ, അതോ ഈ ഒരു തലമുറ മാറ്റത്തിൻ്റെ ഒരു പ്രശ്നം, അതായത് ഞങ്ങളൊന്നും പരിഗണിക്കപ്പെടാതെ ഒരു പുതിയ തലമുറയ്ക്ക് വലിയ സ്ഥാനങ്ങൾ കിട്ടി എന്നുള്ളൊരു ഇച്ഛാഭംഗത്തിൻ്റെ കൂടെ പ്രശ്നമുണ്ടോ? ഉണ്ടാവാം. ഒരു പക്ഷേ അവരവരുടെയൊക്കെ പ്രസൻസ് ഞങ്ങളെല്ലാം ഇവിടെ ഉണ്ട് എന്ന് അറിയിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗം കൂടിയാകാം. അതല്ലാതെ ജനങ്ങളെ മുൻനിർത്തി, ഒരു ജനകീയ പ്രശ്നത്തെ മുൻനിർത്തി അതിലുള്ള വളരെ ജെനുവിനായൊരു കൺസേൺ കൊണ്ടാണ് ഇത്ര പെട്ടെന്നൊരു സർക്കാരിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത് എന്ന് വിശ്വസിക്കാൻ പറ്റില്ല. ആ തരത്തിലുള്ളൊരു ഒരു കണക്കെടുപ്പിന് പോലും സമയമാകാത്ത അത്രയും നേരത്തെയാണ് ഇത് തുടങ്ങുന്നത് എന്നാണ്. ഇതിന് ഇന്നത്തെ ദിവസം ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഉമ്മൻചാണ്ടി അനുസ്മരണ വേദിയായിരുന്നു വി എം സുധീരൻ അലോഷ്യസ് സേവറിനെ വിളിച്ചു വരുത്തുന്ന ആ ചടങ്ങ്. ഇതേ ഉമ്മൻചാണ്ടി അനുസ്മരണ ചടങ്ങിൽ KC വേണുഗോപാൽ ഇന്ന് പുതുപ്പള്ളിയിൽ ഉദ്ഘാടകനായിരുന്നു. അതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൻ്റെ, ഉമ്മൻചാണ്ടിയുടെ 3ാം ചരമവാർഷിക ദിനത്തിൽ. അതിൽ വളരെ എക്സ്പ്ലിസിറ്റായ വിമർശനങ്ങളൊന്നും KC വേണുഗോപാൽ നടത്തുന്നില്ല. പക്ഷേ അദ്ദേഹം ഉമ്മൻചാണ്ടിയെ അനുസ്മരിക്കുന്ന ഓരോ ഘട്ടത്തിലും ഈ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുമായുള്ളൊരു താരതമ്യമാണ് ഉദ്ദേശിക്കുന്നത് എന്ന് കേട്ടിരിക്കുന്നവർക്ക് തോന്നും. ആ വിധത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം. ഈ അടുത്ത കാലത്തൊന്നും ഇല്ലാത്ത വിധത്തിൽ KC വേണുഗോപാൽ കുറെ കൂടെ മെച്യൂരിറ്റിയോടുകൂടി സംസാരിക്കുന്ന കാഴ്ച ആ വേദിയിൽ നമ്മൾ കാണുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം ഇറങ്ങിയതിന് ശേഷം മീഡിയ പ്രവർത്തകരോട് സംസാരിക്കുമ്പോഴും ആ മെച്യൂരിറ്റിയോടുകൂടി അദ്ദേഹം പ്രതികരിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അതായത് ഇത്തരം വിഷയങ്ങളൊക്കെ പാർട്ടിയിലാണ് ചർച്ച ചെയ്യേണ്ടത് എന്ന് പറയുകയും അതിൻ്റെ അവസാനം പാർട്ടി പ്രവർത്തകരുടെ പരാതി പരിഗണിക്കേണ്ട ഉത്തരവാദിത്തം എല്ലാ തലങ്ങളിലുമുള്ള നേതാക്കൾക്കും എല്ലാ സ്ഥാനങ്ങളിലുമുള്ള നേതാക്കൾക്കും ഉണ്ട് എന്ന് പറഞ്ഞു പോവുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അവിടെയും കൃത്യമായൊരു മെസ്സേജ് ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും വളരെ മെച്യൂരിറ്റിയോടുകൂടി അദ്ദേഹം സംസാരിക്കുന്നു. അവിടെ എനിക്ക് ആ സദസ്സ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു ഫീല്, പഴയ ഉമ്മൻചാണ്ടി ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ പഴയ A ഗ്രൂപ്പിൻ്റെ ഏതാണ്ട് എല്ലാ നേതാക്കളും ആ വേദിയിൽ സന്നിഹിതരായിരുന്നു. KC ജോസഫ് ഉണ്ടായിരുന്നു, തിരുവഞ്ചൂർ ഉണ്ടായിരുന്നു. പിന്നീട് A ഗ്രൂപ്പിലേക്ക് വന്ന യുവതലമുറയിൽപ്പെട്ട സകല നേതാക്കളും ആ വേദിയിൽ സന്നിഹിതരായിരുന്നു. ഏതാണ്ട് A ഗ്രൂപ്പ് കൺവേർട്ട് ചെയ്തുകൊണ്ട് KC വേണുഗോപാൽ ഗ്രൂപ്പായി മാറുന്നുണ്ടോ എന്ന തോന്നൽ ആ വേദി ജനിപ്പിക്കുന്നുണ്ടായിരുന്നു. ആ വേദിയിൽ വെച്ചുകൊണ്ട് ചാണ്ടി ഉമ്മനെ വലിയ തോതിൽ KC വേണുഗോപാൽ പ്രശംസിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പോസ്റ്റർ പോലും പതിക്കാതെ പ്രചരണം നടത്തി ഒരു പുതിയ രീതിയിൽ പ്രചരണം നയിച്ച് ഉമ്മൻചാണ്ടിയുടെ ഒരു ലെഗസി പിന്തുടർന്നുകൊണ്ട് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച യുവ നേതാവ് എന്ന് ആവർത്തിച്ച് KC വേണുഗോപാൽ പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു എനിക്ക് കിട്ടിയ ഫീൽ, കോൺഗ്രസ് പൊളിറ്റിക്സ് നമ്മൾ കുറച്ച് കാലമായിട്ട് നമ്മൾ വായിക്കുകയും കാണുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയൊരു ഫീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ തൽക്കാലം ഈ ഗ്രൂപ്പിൻ്റെ ലീഡർഷിപ്പിലേക്ക് KC വേണുഗോപാൽ വരുന്നു, അതിൻ്റെ തുടർച്ചയിൽ അത് ചാണ്ടി ഉമ്മനിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പോകുന്നു എന്നുള്ള തോന്നലാണ് സത്യം പറഞ്ഞാൽ ആ വേദിയും അവിടെ നടന്ന സംഭാഷണങ്ങളും ഒക്കെ ഉണ്ടാക്കിയത്. ആ നിലക്കുള്ളൊരു ഗ്രൂപ്പ് ഫോമിംഗ് അവിടെ നടക്കുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് എങ്കിൽ, നമ്മൾ ഈ VD സതീശൻ്റെ ഒരു
അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ കരിയറിൻ്റെ തുടർച്ച അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിൻ്റെ തുടർച്ച അത് അത്ര സുഗമമായിരിക്കും എന്ന് ഈ എനിക്ക് തോന്നുന്നില്ല. ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മനിലേക്ക് ഇതിൻ്റെ ലീഡർഷിപ്പ്, അതിൻ്റെ ഒരു ലെഗസി വെസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അത്ര എളുപ്പത്തിൽ അത് നടക്കുമോ എന്ന്. പക്ഷേ കോൺഗ്രസിനകത്ത് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഒറ്റ ഗ്രൂപ്പേ ഉള്ളൂ, KC വേണുഗോപാലിൻ്റെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പ്. മറ്റുള്ളവരും മറുവശത്ത് KC വേണുഗോപാലിൻ്റെ ഗ്രൂപ്പ് അല്ലാത്ത മറ്റു ചിതറിക്കിടക്കുന്ന പല ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ അങ്ങനെ ഉള്ളൂ. തെരഞ്ഞെടുപ്പിന് മുമ്പ് യഥാർത്ഥത്തിൽ കുറെ കൂടി ശക്തനായിരുന്നു പാർട്ടിക്കകത്ത് VD സതീശൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു 6 മാസം മുമ്പ് വരെ, തെരഞ്ഞെടുപ്പിൻ്റെ ഒരു 6 മാസം മുമ്പ് വരെ VD സതീശൻ കുറെ കൂടി സ്ട്രോങ് ആയിരുന്നു പാർട്ടിക്കകത്ത് എന്നാണ്. പക്ഷേ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ ഘട്ടം എത്തുമ്പോഴേക്കും യഥാർത്ഥത്തിൽ KC വേണുഗോപാലാണ് കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഏറ്റവും ശക്തൻ കേരളത്തിൽ എന്ന് വരുന്നു. വേണുഗോപാലിനെ സംബന്ധിച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവുക എന്നത് അദ്ദേഹത്തിൻ്റെ ഫൈനൽ ഓപ്ഷനായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. അല്ലാതെ കേന്ദ്രത്തിൽ ഇനി സമീപകാലത്തൊന്നും പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല എന്നൊരു തോന്നൽ ഒരുപക്ഷെ ഉണ്ടായിരിക്കണം. അപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവുക എന്ന ലക്ഷ്യം വെച്ച് KC വേണുഗോപാൽ വലിയ തോതിലുള്ള നീക്കങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ PR എക്സസൈസ് വഴി ഒക്കെ നടത്തുന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. പക്ഷേ മത്സരിക്കാൻ കഴിഞ്ഞില്ല. ചുരുക്കത്തിൽ കേന്ദ്രമന്ത്രിസഭയിലെ രണ്ടാമൻ എന്ന് പറയുന്ന ഒരു സ്ഥാനത്തേക്ക് അടുത്ത കാലത്തൊന്നും എത്താൻ സാധ്യത അതുകൊണ്ട് അങ്ങനെയുള്ള റീഡിംഗ് ആയിരിക്കാം, അദ്ദേഹത്തിന്റെ റീഡിംഗ് അതായിരിക്കാം. എനിവേ മത്സരിക്കാൻ സാധിക്കാതെ കേരളത്തിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ MP സ്ഥാനം നിന്നുകൊണ്ട് തന്നെ മത്സരിക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടതോടുകൂടി ഡയറക്റ്റായിട്ട് അങ്ങ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുക എന്നത് പോസിബിൾ അല്ലാതായി. പിന്നീട് അദ്ദേഹം ശ്രമിച്ചത് MLA-മാരെ തൻ്റെ കൂടെ നിർത്തുക എന്നതാണ്. വളരെ ഒരു സംശയവുമില്ലാത്ത വിധത്തിൽ കേരളത്തിലെ കോൺഗ്രസിന് വേണ്ടി മത്സരിച്ച MLA-മാരിൽ മഹാഭൂരിപക്ഷത്തെയും സ്ഥാനാർത്ഥി നിർണയ ഘട്ടത്തിൽ തന്നെ KC വേണുഗോപാൽ വിജയിച്ചു വന്നാൽ എന്നോടൊപ്പം എന്ന ഉറപ്പ് വാങ്ങി തന്നെയാണ് KC വേണുഗോപാൽ സ്ഥാനാർത്ഥിത്വം വിതരണം ചെയ്തത്, അതിനുള്ള പിന്തുണ നൽകിയത്, അതിനുള്ള ഫണ്ട് നൽകിയത്. ഇതെല്ലാം ഈ ഘട്ടത്തിലെല്ലാം അത് നമുക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ്. പല സ്ഥാനാർത്ഥികളായ പല ആളുകളോടും സംസാരിക്കുമ്പോൾ തന്നെ അത് നമുക്ക് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ മത്സരം VD സതീശൻ മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പ് തന്നെ അവിടെയുണ്ട്. സ്വാഭാവികമായി സംഭവിക്കേണ്ട, കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയ സ്വഭാവം വെച്ച് സ്വാഭാവികമായി സംഭവിക്കേണ്ട ഒരു കാര്യമാണ് സംഭവിക്കുന്നത് എന്ന് കരുതണം. ഇത് ഇത്ര നേരത്തെ ആവുന്നത് നേരത്തെ നിശ്ചയിക്കപ്പെട്ടതാണ് എന്നതുകൊണ്ടാണ്. അതായത് 2 ഗ്രൂപ്പില്ല, ഒരു വലിയ ഗ്രൂപ്പും ചിതറിക്കിടക്കുന്ന പല ആളുകളും. പിന്നെ 2026 അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ സവിശേഷമായൊരു സാഹചര്യം കൊണ്ട് VD സതീശൻ മുഖ്യമന്ത്രിയായി പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് കോൺഗ്രസിനകത്ത് ഒട്ടും അപ്രതീക്ഷിതമല്ല, പക്ഷേ ലോജിക്കൽ സമയം പോലും എടുക്കാതെയാണ് ഇത് സംഭവിക്കുന്നത് എന്നതാണ്. ഒരു സംശയവും വേണ്ട, ഇത് വലിയ ഗ്രൂപ്പ് വടംവലികളിലേക്കും വിഴുപ്പലക്കലിലേക്കും തന്നെയാണ് പോകുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ജനവിധിയാണ് യഥാർത്ഥത്തിൽ അട്ടിമറിക്കപ്പെടുന്നത്. എളുപ്പമായിരിക്കുമോ സതീശന് മറികടക്കുക? എനിക്ക് അത്ര എളുപ്പമായിട്ട് തോന്നുന്നില്ല. മുൻകാലത്ത് ഇപ്പോൾ ബഷീർ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് നടന്ന 3 ഉപതെരഞ്ഞെടുപ്പുകൾ നമ്മളുടെ ഓർമ്മയിലുണ്ടാവും. ഒന്ന് പുതുപ്പള്ളി, ഒന്ന് തൃക്കാക്കര, ഒന്ന് നിലമ്പൂർ. ഞാൻ ഇത് 3 സവിശേഷമാണ്. പാലക്കാട് ഞാൻ വേറെ തന്നെ മാറ്റി നിർത്തുകയാണ്. ഇത് 3 ഞാൻ സവിശേഷമായിട്ട് എടുക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 ഉപതെരഞ്ഞെടുപ്പുകൾക്ക് ശേഷവും അന്നത്തെ പാർട്ടി ലീഡർഷിപ്പിനെ പോലും അപ്രസക്തമാക്കുന്ന വിധത്തിലാണ് VD സതീശൻ എന്ന് പറയുന്ന നേതാവിൻ്റെ ഒരു പ്രസൻസ് ഉണ്ടായിരുന്നത്. പുതുപ്പള്ളിക്ക് ശേഷമുള്ള വാർത്താ സമ്മേളനം ഓർമ്മയിലുണ്ടാവുമല്ലോ. അന്നത്തെ KPCC പ്രസിഡന്റിനെ എന്നാൽ പിന്നെ നിങ്ങൾ സംസാരിക്കുക എന്ന് പറഞ്ഞ് മൈക്ക് നീക്കി വെച്ച് കൊടുക്കുന്ന VD സതീശനെ നമുക്ക് കാണാം. തൃക്കാക്കരയിൽ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഇലക്ഷൻ പ്രസ് കോൺഫറൻസ് നമ്മളുടെ ഓർമ്മയിലുണ്ടാവും. അദ്ദേഹത്തിൻ്റെ ഒരു കോൺഫിഡൻസ് ലെവൽ നമുക്ക് ഓർമ്മയുണ്ടാവും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ PV അൻവറുമായിട്ടുള്ള സഖ്യസാധ്യതയെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് ആ തെരഞ്ഞെടുപ്പിൻ്റെ സകല ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ വിജയത്തിൻ്റെ എല്ലാ ക്രെഡിറ്റും സ്വന്തമാക്കിയ VD സതീശനെ നമുക്ക് ഓർമ്മയുണ്ട്. ആ VD സതീശനിൽ നിന്ന് അത്രമാത്രം കോൺഫിഡൻ്റ് ആയിരുന്ന, അത്രമാത്രം പാർട്ടിക്കുള്ളിൽ മുന്നണിക്കുള്ളിൽ ഒക്കെ സ്വീകാര്യനായിരുന്ന VD സതീശൻ ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുമ്പോൾ കൂടുതൽ ദുർബലനായി മാറുകയാണോ ചെയ്യുന്നത്? അതും സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. പിണറായി വിജയൻ സർക്കാരിനെതിരെയും പിണറായി വിജയനെതിരെയുമുള്ളൊരു മൊമെൻറ്റത്തിൻ്റെ ലീഡറായിരുന്നു VD സതീശൻ ഈ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം. ഉപതെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് അദ്ദേഹം സ്വയം പ്രഖ്യാപിച്ചു, ഇത്ര ഭൂരിപക്ഷത്തിന് നമ്മൾ ജയിക്കും എന്ന് പ്രഖ്യാപിച്ചു. ഏതാണ്ട് ആ ഭൂരിപക്ഷത്തിനോ അതിന് മേലെയോ കൊണ്ടുപോയി ടച്ച് ചെയ്യിക്കുന്നതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഒരു പിണറായി വിരുദ്ധ മൂവ്മെൻറ്റിൻ്റെ അത് സ്പിയർ ഹെഡ് ചെയ്യുന്ന ഒരാൾ എന്ന
അവസ്ഥയിലേക്ക് വി ഡി സതീശൻ വന്നു. ആ ആ പൊസിഷനാണ് അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിച്ചത്. അല്ലാതെ കോൺഗ്രസ് പാർട്ടിക്കകത്തുള്ളൊരു ഗ്രിപ്പല്ല വി ഡി സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിച്ചത്. ഇപ്പോഴദ്ദേഹം അതിൻ്റെ എതിർ പൊസിഷനിലാണുള്ളത്, മുഖ്യമന്ത്രി സ്ഥാനത്താണുള്ളത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ RSSുമായി ബന്ധപ്പെട്ട് BJPയുമായി ബന്ധപ്പെട്ട് വലിയൊരു കോംപ്രമൈസിങ് അവസ്ഥയിലേക്ക് സതീശൻ എത്തുന്ന ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻസ് വന്നുപെടുകയോ, അതല്ലെങ്കിൽ തീർത്തും ഹൈപ്പോത്തറ്റിക്കലായി പറയാം, ഏതെങ്കിലും ഒരു ഉപതെരഞ്ഞെടുപ്പ് വരികയും UDF ജയിച്ച ഒരു മണ്ഡലത്തിൽ UDF പരാജയപ്പെടുകയോ ചെയ്താൽ വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം വലിയ ത്രട്ട്, സ്ഥാനമാറ്റം എന്ന വലിയ ത്രട്ട് ആ ഘട്ടത്തിൽ നേരിടേണ്ടി വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിലേക്ക് പോലും അത്തരത്തിലുള്ള ഒരു സ്റ്റേജ് സെറ്റ് ചെയ്യുന്ന അന്തരീക്ഷം ഇപ്പോൾ തന്നെ നമുക്ക് കാണാം. ഇപ്പോൾ RSSുമായും BJPയുമായി ബന്ധപ്പെട്ട ചില പൊസിഷൻ, ചില നിലപാടുകൾ എടുക്കുന്നതിനെ KC വേണുഗോപാൽ പതുക്കെ ഇത് BJPയുടെ ഭരണമല്ലല്ലോ ഈ സംസ്ഥാനത്ത് നടക്കുന്നത് എന്ന് അദ്ദേഹം കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഒരു പ്രസംഗത്തിനിടയിൽ പറയുന്നത് കേട്ടു. അപ്പോൾ അങ്ങനെ സ്റ്റേജ് സെറ്റ് ചെയ്യപ്പെടും. അവിടെ മാത്രമല്ല, വിഴിഞ്ഞത്തിന്റെ ഓഹരി കൈമാറ്റത്തിന്റെ കാര്യത്തിൽ പോലും അദ്ദേഹം അതിനെ ഇത് BJP ഭരിക്കുന്ന സംസ്ഥാനം കണക്ട് അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒന്നുകിൽ ഏതെങ്കിലും തരത്തിൽ ഒരു BJPയുമായോ RSSുമായോ കോംപ്രമൈസ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉപതെരഞ്ഞെടുപ്പ് വരികയും അവിടെ രാഷ്ട്രീയമായ തിരിച്ചടി ഉണ്ടാവുകയും ചെയ്യുക. ഈ തരത്തിൽ വളരെ വ്യക്തമായ ഒരു സാഹചര്യം രൂപപ്പെട്ടു വരികയാണെങ്കിൽ ആ ഘട്ടത്തിൽ സതീശൻ്റെ മുഖ്യമന്ത്രി പദം ക്വസ്റ്റ്യൻ ചെയ്യപ്പെടും. റൈറ്റ്. എന്തായാലും കോൺഗ്രസ്സിലെ പോര്, അത് കോൺഗ്രസ് അധികാരത്തിലിരുന്ന കാലത്താണ് എല്ലാ കാലത്തും എല്ലായ്പ്പോഴും വലിയ തോതിൽ പൊട്ടിത്തെറികളിലേക്ക് നയിച്ചിട്ടുള്ളത്. അത്തരം പൊട്ടിത്തെറികൾക്ക് നേതൃത്വം കൊടുത്ത ആളുകൾ കൂടിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി കസേരയിലും അപ്പുറത്തെ AICC ജനറൽ സെക്രട്ടറി സ്ഥാനത്തും ഒക്കെ ഉള്ളത് എന്നുള്ള വസ്തുതയും നമ്മുടെ മുമ്പിലുണ്ട്. ഏത് വിധത്തിലായിരിക്കും ഇപ്പോൾ KSUവിനെ ചാരി തുടങ്ങി വച്ചിരിക്കുന്ന യുദ്ധം അല്ലെങ്കിൽ ആ പോര് മുന്നോട്ട് പോവുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ എപ്പിസോഡിലൂടെ പൂർത്തിയാവുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.